ഹലോ URS കുക്കിംഗ് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സർവത്താണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സമ്മർ വെക്കേഷനായി കുട്ടികളെല്ലാം വെയിലത്തെല്ലാം കളിച്ച് ഒരുപാട് ചൂടെടുക്കുന്നുണ്ടാവും. പൊതുവേ നമുക്ക് ചൂട് കൂടുതലാണ് എല്ലാ വർഷത്തേക്കാളും. അപ്പോൾ എല്ലാവർക്കും യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് കൂടുതൽ വെള്ളം കുടിക്കാനും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സർവത്ത് റെഡിയാക്കാം. അതിനെ നന്നാരി വെച്ചൊരു സർവത്ത് ഉണ്ടാക്കാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വെറും 2 ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. ഒന്ന് പഞ്ചസാര, പിന്നെ നന്നാരി. ആയുർവേദ കടയിൽ മേടിക്കാൻ കിട്ടും നന്നാരി വേര്. അപ്പോൾ പഞ്ചസാര നമുക്കൊരു പാത്രത്തിലിട്ട് മെൽറ്റ് ചെയ്യാൻ വെക്കാം. നല്ല പോലെ ഇളക്കി കൊടുക്കണേ, അടിപിടിക്കരുത്. പഞ്ചസാര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കിലോ പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം എന്ന കണക്കിൽ 1 കിലോ പഞ്ചസാരയ്ക്ക് 2 കപ്പ് വെള്ളം. ഞാൻ 1.5 കിലോ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് പൊടിച്ച് വെച്ച നന്നാരി കൂടെ ചേർക്കാം. 50 ഗ്രാം നന്നാരിയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചസാര പാനി നന്നായി തിളച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ നന്നാരി ഇട്ടതും കൂടെ നന്നായി തിളച്ച് അതിൻ്റെ എസൻസ് എല്ലാം ഈ പഞ്ചസാര പാനിയിലേക്ക് നന്നായിട്ട് വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോഴാണ് അതിന് നല്ലൊരു സ്മെല്ല് കിട്ടുള്ളൂ. ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പ വെച്ച് നമുക്കതൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നന്നായി ചൂടാറിയ ഈ പാനീനെ നമുക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ആവശ്യാനുസരണം നാരങ്ങ കൂടെ പിഴിഞ്ഞ് നമുക്ക് ഓരോ ഗ്ലാസ്സായിട്ട് ആവശ്യാനുസരണം കുട്ടികൾക്കും വലിയവർക്കും കുടിക്കാം. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഈ നന്നാരി സർവത്ത് എല്ലാവരും ചെയ്തു നോക്കുക. നമ്മുടെ കുട്ടികൾക്ക് കടയിൽ നിന്ന് കിട്ടുന്ന കെമിക്കലൊന്നും കൊടുക്കാതെ ഇതുപോലൊരു സർവത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. യൂറിൻ ഇൻഫെക്ഷൻ ഒന്നും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് മറക്കാതെ അമർത്തുക. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.